വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റാണ് ഇന്ന് ചെയ്യുന്നത്. പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇനി അതിലേക്ക് ഒരു 5 വലിയ സവോള ചെറുതായി അരിഞ്ഞതാണിത്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഗ്രേവി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സവോള നമ്മൾ എടുത്തേക്കുന്നത്. ഇനി അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തീ സിമ്മിൽ വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാല പൊടിച്ചത് അതും കൂടെ ചേർത്ത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണമെല്ലാം മാറുന്നത് വരെ തീ സിമ്മിലിട്ട് വേണം ഇത് ചെയ്യാൻ. ഇപ്പോൾ ഇത് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും ഗ്രേവിക്ക് ആവശ്യമനുസരിച്ച് വെള്ളം ചേർക്കാം. അതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം മാത്രം കസ്തൂരി മേത്തി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കറിക്ക് ഒരു മണവും നല്ലൊരു മണവും ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടെയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കാടമുട്ടയും എടുത്തിട്ടുണ്ട്, കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തീ സിമ്മിൽ വെച്ചിട്ട് തന്നെ ഒരു 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല കറിയുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. കസ്തൂരി മേത്തി ഇട്ടതിൻ്റെ ആ മണവും നല്ലൊരു മണവും കൂടെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.